ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ വാട്ട്സ് യുവർ ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഒരു മൊമെന്റ് ചെയ്തപ്പോൾ ഒത്തിരി എക്സൈറ്റഡ് ആവുക, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുകയോ, അല്ലെങ്കിൽ ടിയർ അപ്പ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു അങ്ങനെ ഒരുപാട് സീനുകൾ ഉണ്ടായിരുന്നു നമ്മള് റീസെന്റ്ലി ഒരു ഉത്തരം തരാതെ ഇരിക്കാനാണ് പരിപാടി എങ്കിൽ റീസെന്റ്ലി അങ്ങനെ ഒരു എന്റെ രണ്ടാമത്തെ ഹിന്ദി സിനിമ കാണേണ്ടി വരും നിങ്ങൾ, ഇറങ്ങിയിട്ടില്ലല്ലോ, അടുത്ത വർഷമൊക്കെ ഇറങ്ങുള്ളൂ. അതിനകത്ത് നല്ല ഒന്ന് രണ്ട് സീൻസ് ഉണ്ടായിരുന്നു. അതെ, ഹിന്ദി സിനിമകളിലെ അതൊന്ന് പറയൂ. ഞാൻ കേട്ടിട്ടുണ്ട് റാണി മുഖർജി രാജ്ചേട്ടനെ പറ്റി പറഞ്ഞത്. ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു രഞ്ജിത്ത് സാറോ മറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങളുടെ നാട്ടിലെ ഒരു ഭയങ്കര വണ്ടർഫുൾ ആക്ടറിനെ, ഹാർഡ് വർക്കിംഗ് വണ്ടർഫുൾ ആക്ടറിനെ പരിചയപ്പെട്ടു. അതെ, പക്ഷെ പുള്ളിക്കാരത്തി വളരെ കൈൻഡ് ആയിട്ട് തന്നെ ഫ്ലാറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഞാനൊരു എന്റെ ആദ്യത്തെ ഹിന്ദി സിനിമയിൽ റാണി മുഖർജി ആയിരുന്നു നായിക. ആ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അതിപ്പോ October 24th അത് റിലീസാവും. എന്റെ രണ്ടാമത്തെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി ആക്ച്വലി. അതിൽ നായികയില്ല, അത് രണ്ട് ബ്രദേഴ്സിന്റെ കഥയാണ്. പക്ഷെ അതിലെനിക്കുള്ളൊരു വലിയ ഭാഗ്യം ഋഷി കപൂർ എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ കൂടെ ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഉണ്ട് ആ സിനിമയിൽ. അപ്പൊ അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പൊ പിന്നെ ഞാൻ മൂന്നാമതൊരു ഹിന്ദി ഫിലിം ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടില്ല, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ സ്ക്രിപ്റ്റ്സും കാര്യങ്ങളൊക്കെ. എന്റെ ആദ്യത്തെ സിനിമ എനിക്ക് കിട്ടിയത് ആക്ച്വലി സ്പീക്കിംഗ് ബീന പോൾ എന്ന് പറഞ്ഞ എഡിറ്റർ കാരണമാണ്. അതിന്റെ ഡയറക്ടർ സച്ചിൻ കുണ്ടൽക്കർ അദ്ദേഹം ഫെസ്റ്റിവൽ സർക്യൂട്ട്സിൽ ഒരു സ്ഥിരം അദ്ദേഹത്തിന്റെ സിനിമകൾ കാണിക്കുന്ന ഒരു ഡയറക്ടറാണ്, നാഷണൽ അവാർഡ് വിന്നറാണ്. അപ്പോൾ IFFK സ്ഥിരമായിട്ട് വരുന്ന ഒരു ഫിലിം മേക്കറാണ് അദ്ദേഹം. കഴിഞ്ഞ വർഷം IFFK വന്നപ്പോൾ ബീന പോൾ മാഡത്തിനോട് ഇങ്ങനെ ഒരു സിനിമ ഹിന്ദിയിൽ ചെയ്യുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ബീന പോൾ മാഡമാണ് പറഞ്ഞത്, നീ ഇങ്ങനൊരു മലയാളത്തിൽ ഇങ്ങനെ ആക്ടർ ഉണ്ട്, അയാളെ പോയി കാണണം. പിന്നെ അദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസർ അനുരാഗ് കശ്യപ് ആയിരുന്നു. അപ്പൊ അനുരാഗിനോട് എന്റെ പേര് പറഞ്ഞപ്പോ അനുരാഗിന് എന്റെ സിനിമകൾ അറിയാമായിരുന്നു, എന്നെ അറിയാമായിരുന്നു. അപ്പൊ അനുരാഗ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കണം, അങ്ങനെയാണ് എന്നെ സിനിമയിൽ എത്തിപ്പെടുന്നത്. എന്റെ സെക്കൻഡ് ഫിലിം ആക്ച്വലി ഞാൻ ഓഡിഷൻ ചെയ്തിട്ടാണ് കിട്ടുന്നത്. ഞാൻ ആ സമയത്ത് ആദിത്യ ചോപ്രയോട് ഞാൻ പറയുണ്ടായി, എനിക്ക് തോന്നുന്നു 75 സിനിമകൾ അഭിനയിച്ചിട്ട് ഓഡിഷൻ ചെയ്യേണ്ടി വരുന്ന ഒരു നടൻ ആദ്യമായിട്ട് ഞാനായിരിക്കും. പക്ഷെ ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. കാരണം എനിക്ക് ഇൻ എ സെൻസ് അതൊരു ഭയങ്കര കോൺഫിഡൻസ് ഇതായിരുന്നു. കാരണം എനിക്ക് ആ സിനിമ കിട്ടാൻ കാര്യം, ഞാൻ എന്റെ ആദ്യത്തെ സിനിമയുടെ ഒരു സോങ് ഷൂട്ട് ചെയ്തത് യശ്രാജിലെ ഒരു ഫ്ലോറിലായിരുന്നു. അപ്പൊ അന്ന് യശ്രാജിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ റാണീനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഫ്ലോറിലേക്ക് വന്നപ്പോഴാണ് എന്നെ കണ്ടത്. അപ്പൊ എന്നെ കണ്ട് പരിചയപ്പെട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, യു മൈറ്റ് ബി റിയലി അൺകംഫർട്ടബിൾ വിത്ത് ദിസ്, പക്ഷേ ഇത്രയും സിനിമകൾ അഭിനയിച്ച ഒരാളാണെന്ന് അറിയാം, പക്ഷെ വുഡ് യു മൈൻഡ് കമ്മിങ് ആൻഡ് ഓഡിഷനിങ്, ബിക്കോസ് വി ഡോണ്ട് നോ ഇഫ് യു വിൽ ഫിറ്റ് ഇൻ ടു ദിസ്, ബട്ട് വി ഹാവ് എ ഹഞ്ച് ദാറ്റ് യു മൈറ്റ്. അപ്പൊ ഓഡിഷൻ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി ചെയ്ത് അങ്ങനെ എത്രയോ 100 കണക്കിന് ഓഡിഷൻസിന്റെ ഇടയിൽ നിന്ന് എന്റെ ഓഡിഷൻ ഇഷ്ടപ്പെട്ടിട്ടാണ് എന്നെ ഈ രണ്ടാമത്തെ സിനിമയിലേക്ക് ഒരു നായകനായിട്ട് തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതെനിക്ക് ആക്ച്വലി ഒരു വലിയ ഒരു ഐ ഓപ്പണറും കാരണം എന്നെ മണിസാർ പോലും മണിരത്നം പോലും അങ്ങനെ ഒരു at times it's nice to go back and at times it's nice to realize for yourself that it's still there in you, that you're not merely living on your reputation എന്നുള്ളതിന്റെ സൂചനയാണല്ലോ ഇത്. സീ ദാറ്റ് ചിലപ്പോ നമ്മൾ വിചാരിക്കും, ഇപ്പൊ നമ്മൾ ഈ ഒന്നിനു പുറകെ ഒന്നായ സിനിമകൾ ചെയ്യുന്നത് ഒരു സ്ഥാനത്തെത്തി അതുകൊണ്ട് ചെയ്തു പോകുന്നതാണോ, ശരിക്കും നമ്മള് ഞാൻ ആദ്യം പറഞ്ഞ വിചിന്തനങ്ങൾ at one point in time all actors will have to go through this. കാരണം കുറച്ച് കഴിയുമ്പോൾ സംവെയർ സിനിമകളുടെ വിധി നിർണയങ്ങൾക്കും നമ്മുടെ വ്യക്തിപരമായ പരാമർശങ്ങൾക്കും ഒക്കെ അപ്പുറമായിരിക്കും നമ്മുടെ നിലനിൽപ്പ്. സിനിമകൾക്ക് നമുക്ക് സിനിമയില്ല എന്നൊരു അവസ്ഥ നമുക്ക് വരില്ല. നമ്മൾ ഒന്നിനു പുറകെ ഒന്നായി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇറ്റ് ഇസ് അപ് ടു യു ടു സ്റ്റോപ്പ് ആൻഡ് തിങ്ക്, ഈ സിനിമകളൊക്കെ ഞാൻ ചെയ്യുന്നത് ഇസ് ഇറ്റ് ബിക്കോസ് ഹു ഐ ആം ഓർ ഹു ഐ ഹാവ് ബിക്കം എന്നുള്ളതിന്റെ. അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു ഓഡീഷൻ ചെയ്യുക, അതിൽ നിന്ന് എത്രയോ 100 കണക്കിന് ഓഡീഷൻസിന്റെ ഇടയിൽ നിന്ന് എന്നെ പറ്റി ഒരു ധാരണയും ഇല്ലാത്തൊരു കാസ്റ്റിംഗ് ഡയറക്ടർ ഏറ്റവും നല്ല ഓഡീഷൻ ഇതാണെന്ന് പറഞ്ഞ് പിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഡോൺസ് ഓൺ യു ദാറ്റ് യു ആർ സ്റ്റിൽ ഗുഡ് ഇനഫ് എന്നുള്ളതിന്റെ. പൃഥ്വിരാജിനെ സിനിമ എക്സൈറ്റ് ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ്, ഫാസിനേറ്റ് ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ്? എനിക്കറിയില്ല പൃഥ്വിരാജിനെ കുറിച്ച് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഞാനായിട്ട് എന്തായാലും കേട്ടിട്ടില്ല. രാജുവിന് സിനിമയിൽ വന്നത് എങ്ങനെ എന്നുള്ളത് അറിയാം, അതല്ലാതെ സിനിമയെ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം സിനിമയിൽ വരുന്നതിന് മുമ്പ് സിനിമയെ കുറിച്ചുള്ള ചിന്തകളെല്ലാം ഫിലിം മേക്കിങ്ങിനെ കുറിച്ചായിരുന്നു. ഏതെങ്കിലും ഒരു film school. That is still on, I think. Yeah. See, this is a great way to learn. I wanted to learn filmmaking, and the best way to learn filmmaking is to be on sets and see what is happening, and that you can do even if you're an actor, if you're a production boy. നമ്മൾ പലപ്പോഴും you hear stories of
crane operators becoming cinematographers and production controllers becoming film directors. Yeah. All that is possible. കാരണം സിനിമ എന്താണെന്ന് മനസ്സിലാക്കാൻ സെറ്റിൽ നിന്ന് ഒബ്സർവ് ചെയ്താൽ മതി. അപ്പൊ ഐ വാസ് സെയിങ് എന്റെ ആദ്യത്തെ താല്പര്യം അതായിരുന്നു. പിന്നെ ഡെസ്റ്റിനി ബ്രോട്ട് മീ ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ. എന്നെ എക്സൈറ്റ് ചെയ്ത് തുടങ്ങിയത് ഐ ഡോണ്ട് നോ ഫോർ എ ലോങ് ടൈം. എനിക്ക് തോന്നുന്നു ഒരു 5-6 സിനിമകൾ ചെയ്യുന്നത് വരെ ഐ യൂസ് ടു തിങ്ക് ഓക്കെ വൺ മോർ അല്ലെങ്കിൽ വൺ മോർ എന്നായിരുന്നു. എനിക്ക് തോന്നുന്നു വേറെ ഒരുതരം എന്നെ പിടിച്ച് കുലുക്കി കളഞ്ഞൊരു എക്സ്പീരിയൻസ് വെള്ളിത്തിര എന്ന് പറഞ്ഞ സിനിമ റിലീസായി. അത് ഫസ്റ്റ് ഡേ. അതിന് റിലീസിന്റെ ദിവസം രാവിലെ ഞാൻ എറണാകുളത്തെ അബാദ് പ്ലാസ ഹോട്ടലിൽ ഒരു റൂമിൽ ഞാൻ താമസിക്കുകയാണ്. അപ്പോ എനിക്കൊന്നും അറിയില്ല, കാരണം ഐ ഡോണ്ട് നോ ദാറ്റ് അബാദ് പ്ലാസ ഹോട്ടലിന്റെ റൂമിൽ നിന്ന് കേർട്ടൻ മാറ്റിയാൽ നമ്മൾ കവിതാ തിയേറ്ററാണ് കാണുന്നതെന്നും എനിക്ക് എറണാകുളം അറിയില്ല, എനിക്ക് അതൊന്നും അറിയില്ല. അപ്പൊ ഞാൻ റൂമിനകത്തിരിക്കുക. ആ സിനിമ ഇറങ്ങിയ 3-4 ദിവസം ഭയങ്കര തിരക്കായിരുന്നു. ആ സിനിമ പിന്നീട് ഓടിയില്ല. പക്ഷെ ഇറങ്ങിയ ദിവസം വൈകുന്നേരം ആയപ്പോ എനിക്കിങ്ങനെ ഫോൺ കോളൊക്കെ വരുന്നുണ്ട്, നന്നായിരിക്കുന്നു, ഭയങ്കര തിരക്കാണ്, ഭയങ്കര ഇനിഷ്യൽ ആണെന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ വരുന്നുണ്ട്. ജയരാജ് സാറ് വന്നിട്ട് എന്ത് പറഞ്ഞു, എന്റെ റൂമിലേക്ക് വന്നു. ഞാൻ സിനിമ കണ്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത്, നിന്റെ പെർഫോമൻസ് നന്നായിട്ടും ഉണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട്. ആരും അല്ലാത്തൊരു പുതിയൊരു പയ്യന്റെ സിനിമ ഇവിടെ റിലീസായിട്ട് ഇത് സംഭവിക്കുന്നത് ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു. റൂമിൽ നിന്ന് കേർട്ടൻ മാറ്റി. അപ്പോഴാണ് ഞാൻ താഴോട്ട് നോക്കുമ്പോൾ കവിതാ തിയേറ്ററിൽ ഇങ്ങനെ ഒരു ജനം ബ്ലോക്ക് ആയിട്ട്, പിന്നെ MG റോഡിലോട്ടൊക്കെ ആൾക്കാരാണ്. എനിക്ക് അപ്പോഴാണ് ഒരു അതുവരെ എനിക്ക് നന്ദനം ആക്ച്വലി വാസ് എ ഹിറ്റ്. നന്ദനം ഓടി, വയലൻസ് എന്ന് പറഞ്ഞ സിനിമ ഹിറ്റാണ്. പക്ഷെ അങ്ങനെ ഒരു ഭയങ്കര ഒരു ക്രൗഡ് അവിടെ വെച്ചിട്ടാണ് ഞാൻ പൃഥ്വിരാജ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പൊ എന്നെ സിനിമയുടെ സൂപ്പർഫിഷ്യാലിറ്റി തന്നെയാണ് ഇതിലേക്ക് എന്നെയും അഡ്മിറ്റിംഗ് ഇറ്റ്. ആദ്യമായിട്ട് ഒരു ഫെയിമിന്റെ ഒക്കെ ഒരു ഇത് എനിക്ക് ആ റിയലൈസേഷൻ ഡോൺ ആയപ്പോഴാണ് ഞാനും സിനിമയിലേക്ക് സീരിയസ് ആയിട്ട് സിനിമയെ കണ്ടു തുടങ്ങിയത്. പക്ഷെ ദാറ്റ് ഡിഡ്ന്റ് ലാസ്റ്റ് ഫോർ ലോങ്, ഇൻ ദ സെൻസ് ദാറ്റ് വെരി സൂൺ ഒരു സക്സസിന്റെ ഹൈ വിൽ സൂൺ ബി ഫോളോഡ് ബൈ ഒരു ഫെയിലിയറിന്റെ, സോ ദാറ്റ് വിൽ നോട്ട് ലാസ്റ്റ് ഫോർ ലോങ്. പക്ഷെ ബിയോണ്ട് ദാറ്റ് ദെൻ ഐ ട്രൂലി സ്റ്റാർട്ടഡ് എൻജോയിങ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് എ ഫിലിം, അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇൻ ദ കോഴ്സ് ഓഫ് തിങ്സ് നമ്മൾ സംടൈംസ് യു എൻഡ് അപ്പ് doing a film where you want to just get out of. Sometimes you do a film like this where you really enjoy being part of it. But it's all part of the game. പൃഥ്വിരാജ് ഒരു റഫാണ് എന്നൊക്കെയുള്ള ഒരു തോട്ടാണ് ഒത്തിരി പേർക്ക്. പക്ഷെ അങ്ങനത്തെ ഇൻഹിബിഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു പൃഥ്വിനെ കാണണമെങ്കിൽ എന്നെ ഇപ്പൊ കാണുന്നത് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അതല്ലാത്തൊരു പൃഥ്വിരാജിനെ എന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ചേട്ടനും ഒക്കെ കാണാൻ പറ്റൂ. അത്രയും ആൾക്കാർക്ക് കാണാൻ പറ്റും. വളരെ എന്തെങ്കിലും കുട്ടിക്കളികളില്ല അല്ലെങ്കിൽ വാശി പിടിക്കുന്ന. ആക്ച്വലി എന്റെ ഒബ്വിയസ്ലി ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിക്കുള്ളൂ. എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞ അതാ. അൺഫോർച്ചുനേറ്റ്ലി എന്താന്ന് വെച്ചാൽ പലപ്പോഴും ജഡ്ജ്മെന്റ് ഓൺ എ പേഴ്സൺ ഇസ് പാസ്ഡ് ത്രൂ വാട്ട് യു വുഡ് സീ ത്രൂ ദീസ് 2 ക്യാമറാസ്. ഈ 2 ക്യാമറയിൽ നിന്ന് കണ്ടിട്ടു ഇയാൾ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പലപ്പോഴും ഒരാളെ കുറിച്ച് നമ്മൾ ഒരു പരാമർശമോ വിമർശനമോ ഒക്കെ നടത്തുന്നത്. പക്ഷെ അതല്ലാത്ത ഒരു വ്യക്തിത്വം എല്ലാവർക്കും ഉണ്ടാവും, പ്രത്യേകിച്ച് പബ്ലിക് ഫിഗേഴ്സിൽ എല്ലാവർക്കും ഉണ്ടാവും, എനിക്കുമുണ്ട്. പക്ഷെ അതെന്താണെന്ന് നിങ്ങളെ അല്ലെങ്കിൽ ഒരു പൊതുജനത്തിനെ ധരിപ്പിക്കാൻ വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ദിസ് ഇസ് വാട്ട് ഐ ആം. എനിക്കറിയാവുന്ന ഭാഷ, എനിക്കറിയാവുന്ന, ഇപ്പൊ ഞാൻ അഭിനയിക്കുകയല്ല, എനിക്ക് എന്നോടൊരു ചോദ്യം ചോദിച്ചതിന് ഉത്തരം പറയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ദാറ്റ്സ് ഓൾ ദാറ്റ് ഐ നോ. അപ്പൊ അതിൽ നിന്ന് ഞാൻ എന്ത് ഇംപ്രഷൻ ആണോ ക്രിയേറ്റ് ചെയ്യുന്നത്, there is no other way but I have to live with that. എനിക്ക് അത് ഞാൻ സംസാരിച്ചുണ്ടാകുന്ന ഇംപ്രഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി എനിക്ക് നാളെ മുതൽ വേറെ രീതിയിൽ സംസാരിക്കാനൊന്നും പറ്റില്ല. അതിന്റെ ആവശ്യമില്ല. ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐ ഹാവ് ബീൻ അഡ്വൈസ്ഡ് ടു ഡു ദാറ്റ് ഒരുപാട് പ്രാവശ്യം. നിങ്ങളുടെ ചാനലിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറായ ശ്രീ ലാൽ ജോസ് ഉൾപ്പെടെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ. അപ്പൊ അതിന്റെയൊക്കെ വാല്യൂ ഞാൻ മനസ്സിലാക്കുന്നു, അതിന്റെ പിന്നിലുള്ള സതുദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്താ വെച്ചാൽ ഐ ഹാവ് ട്രൈഡ് ആൻഡ് ഐ ഹാവ് ഫെയിൽഡ്. അതുകൊണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കും ഇത്തവണ ഇന്റർവ്യൂവിന് പോയിട്ട് ലെറ്റ് മീ മേക്ക് എ ഫൂൾ ഓഫ് എവരി വൺ. ഞാൻ പോയിട്ട് എല്ലാവരും ഇത്തവണ പറ്റിക്കും വിചാരിച്ചിട്ടാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എനിക്കത് തോന്നും അയ്യേ എന്തോ. സോ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. It's not that I'm doing anybody a favor. The fact is that I don't really have a choice. ഇത് നമുക്ക് പൃഥ്വിരാജിന്റെ ഓണം ഓർമ്മകളിലേക്ക് പോകാം. എന്താണ് ഓണത്തിനെ കുറിച്ച് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ഓർമ്മ? I know you have been studying somewhere else. Only college was not here and